എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ സ്വീഡനിലെത്തി. അപ്പം കുറേ നാളായിട്ട് നമ്മളോട് ഒരുപാട് പേര് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. NHS നേഴ്സിംഗ് ഡ്യൂട്ടീനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. കാരണം നല്ല സമ്മറൊക്കെ ആയതുകൊണ്ട് നമ്മൾ യാത്രയിലായിരുന്നു. കാരണം നമുക്കും എൻജോയ് ചെയ്യണം ലൈഫ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് കൂടുതലായിട്ട് ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് ഞാനിന്ന് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ മിന്നുനോട് ചോദിക്കാം. മിന്നു ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം മിന്നുനോട് ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ NHS ഡ്യൂട്ടി. അതായത് ഇപ്പം UK വരുന്നതൊക്കെ കുറഞ്ഞല്ലോ. ഒരുപാട് പേര് ഇപ്പം UK വേണ്ടാന്ന് വെക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയാലും ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. ഒരു സമയത്ത് 3 മാസത്തിനുള്ളിൽ നമുക്ക് എല്ലാം ചെയ്ത് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് 3 മാസം കൊണ്ട് UK എത്താൻ പറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഒരുപാട് വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്കിപ്പം NHS ജോബ് കിട്ടാനുള്ള ഒരു ചാൻസ്, ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോഴും NHS ഇൻ്റർവ്യൂസ് നടത്തുന്നുണ്ട്. ഇപ്പം എൻ്റെ വാർഡിൽ തന്നെ കഴിഞ്ഞ ദിവസം 2 പേര് പുതിയതായിട്ട് വന്നു. NHS അപ്പോൾ ഇൻ്റർവ്യൂസ് നടത്തുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ മുമ്പത്തെ പോലെ ഒരു മാസമായിട്ട് ഇപ്പം ഒറ്റ ബാച്ചിൽ 10 പേര് 20 പേര് അങ്ങനെയൊന്നും വരുന്നില്ല. ഇപ്പം എൻ്റെ ബാച്ചിൽ വന്നിരിക്കുന്നത് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് 2 പേരേ ഉള്ളൂ. ഇപ്പം ഞങ്ങളവിടെ വന്നിരിക്കുന്നതിൽ അവരുടെ ബാച്ചിലാകെ 6 പേരേ വന്നിട്ടുള്ളൂ. പക്ഷേ അതിൽ ഇന്ത്യയിൽ നിന്നാകെ 2 പേരെങ്ങാണ്ടേ ഉള്ളൂ. ബാക്കി ഫിലിപ്പീൻസ്, അങ്ങനെ നേപ്പാൾ അങ്ങനെയുള്ളയിടത്തു നിന്നാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ്. എല്ലായിടത്തു നിന്നും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അതായത് എല്ലാ ഏരിയയിൽ നിന്നും ഒരേപോലെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂസ് നമ്മൾ കണ്ടുപിടിച്ചെടുക്കുന്നതിലാണ് ഒരു കാര്യം. ഇപ്പം മുമ്പ് ചെയ്തിരിക്കുന്ന പോലെ ഇപ്പോൾ എല്ലാ ഏജൻസീസും ഒന്നും അങ്ങനെ NHSലോട്ട് ഇൻ്റർവ്യൂസ് നടത്തുന്നില്ല. അല്ലെങ്കിൽ NHS അങ്ങനെ ഒരുപാട് വേക്കൻസീസ് ഇപ്പം പുറത്ത് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പം മാക്സിമം കുറഞ്ഞു. ഇപ്പം മുമ്പൊരു 100 പേരെ ഒറ്റയടിക്ക് കൊണ്ടുവരുന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 10ലോട്ടൊക്കെ കുറഞ്ഞു. അപ്പം അത്രയും കുറവാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഡയറക്റ്റായിട്ട് ഇപ്പോൾ കുറേ പേര് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ OET എക്സാം കഴിഞ്ഞു, CBT എല്ലാം ക്ലിയർ ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, ഇൻ്റർവ്യൂസ് വരുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം COS കിട്ടുന്നില്ല, അവരുടെ ഭാഗത്തുനിന്ന് റെസ്പോണ്ട് ഇല്ല എന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ മാക്സിമം ഇൻ്റർവ്യൂസ് ഇപ്പോൾ NHS ട്രസ്റ്റുകൾ ഡയറക്റ്റായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക വേക്കൻസീസ് ഉണ്ടോ എന്ന്. എന്നിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അതല്ല എങ്കിൽ മാക്സിമം ഏജൻസീസ്, ഇപ്പോൾ നിങ്ങൾ ഒരേ ഏജൻസീനെ മാത്രം, ഇപ്പോൾ പലരും ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരേ ഏജൻസീനെ മാത്രം കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അവരുടെ ഒരു റെസ്പോണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാതെ മാക്സിമം ഒരു 5-6 ഏജൻസീനെ കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ പല ഏജൻസികൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് വെയിൽസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. നോർത്തേൺ അയർലൻഡ് ഏരിയയിലൂടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ പല ട്രസ്റ്റുകളും നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ഗ്രൂപ്പായിട്ട് ചെയ്യാതെ ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക ഏജൻസീസിനെ. അതേപോലെ തന്നെ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞത് കാരണം ഇപ്പോൾ പുതിയ ഗവൺമെന്റ് കയറിയിട്ടുണ്ട്. അപ്പം അവർ ഇനി ചിലപ്പം കൂടുതൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമായിരിക്കും കൂടുതൽ നോക്കുക. കാരണം ഇലക്ഷന് വേണ്ടി മെയിനായിട്ട് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NHS വെയിറ്റിംഗ് ടൈം കുറയ്ക്കും എന്നുള്ളതാണ്. അതാണ് അവരുടെ ഒരു ക്യാൻവാസിംഗിൽ മെയിൻ ഒരു കാര്യം. അപ്പം നമുക്ക് നോക്കാം എന്താവും എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയും ഓപ്പർച്യൂണിറ്റികൾ വരും, UK ജോബൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും പ്രതീക്ഷ വെക്കുക. അതേപോലെ തന്നെ നമ്മൾ OET അതൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുക അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പേപ്പർ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ നിന്ന് വേണ്ടതെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ വരുന്ന ഇൻ്റർവ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതെ, പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മാക്സിമം NHS ട്രസ്റ്റുകൾ നിങ്ങൾ ഓരോരോ ഏരിയ അടിച്ച് നോക്കുക. അവിടെയൊക്കെ ഓരോരോ NHS ട്രസ്റ്റ് ഉണ്ട്. അവിടുത്തെ വേക്കൻസീസ് അവരുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കയറി നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വേക്കൻസീസ് കാണാൻ പറ്റും. അടുത്തത് ഒരുപാട് പേർക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ NHS ഡ്യൂട്ടി എങ്ങനെയുണ്ട്, നിനക്ക് ഓക്കെ ആണോ? നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പം ഇവിടെ വർക്ക് ലോഡും കാര്യങ്ങളും, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പെട്ടെന്ന് നാട്ടിൽ നിന്ന് വരുവാണ്, വേറൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കത് ഓക്കെ ആണോ? അങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് കൂടുതലും പേര് ചോദിച്ചേക്കുന്നത്. കൂടുതൽ പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പേഴ്സണലായിട്ട് വന്നിരിക്കുന്ന മെസ്സേജ് എടുത്തിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പം വർക്കിങ്ങിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആദ്യം ഞാൻ വന്ന സമയത്ത് നമുക്കറിയാം നാട്ടിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് 6 hours ഡ്യൂട്ടിയാണ്. ഒരു ദിവസം 6 hours, പറ്റേ ആഴ്ചയിൽ 6 ദിവസം വർക്ക് ചെയ്യണം. ഒരു ദിവസമായിരിക്കും നമുക്ക് ഓഫ് ഉണ്ടാവും. അങ്ങനെയായിരിക്കും നമുക്ക് നാട്ടിലെ ഡ്യൂട്ടി. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ആദ്യം എനിക്കൊരു എൻ്റെ ഒരു കൺസേൺ ആയിരുന്നു. 12 hour 12 മണിക്കൂർ വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ള എനിക്കൊരു ഭയങ്കര ടെൻഷൻ. അപ്പോൾ വരുന്നവർക്ക് പലർക്കും ആ ഒരു ടെൻഷൻ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നമ്മുടെ അനുസരിച്ച് നമുക്ക് ഡ്യൂട്ടി റിക്വസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് 3 days കണ്ടിന്യൂസ് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അത് കഴിഞ്ഞ് ബാക്കി 4 ദിവസം നിങ്ങൾക്ക് ഓഫ് കിട്ടും, റെസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടീസ് പ്ലാൻ ചെയ്യാം. അതല്ല ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ കൺസേൺ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫ്ലെക്സിബിൾ അവേഴ്സ് ചോദിക്കാം.
ഇപ്പൊ പല 3 ദിവസം നമുക്ക് ഒന്നിച്ച് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. എടുക്കാലോ. ഇപ്പോൾ ഒരു ദിവസം ഡ്യൂട്ടി എടുത്ത് ഒരു ദിവസം ഓഫ് എടുത്ത് ഒരു ദിവസം ഡ്യൂട്ടി ഓഫ് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്നിച്ച് വേണേൽ ഒന്നിച്ചെടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ എങ്ങനെയുണ്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇവിടെ ഉള്ള കൊളീഗ്സ് ഉണ്ടല്ലോ, അവരെങ്ങനെയുണ്ട്? ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഉള്ളവർ വലിയ സപ്പോർട്ടീവ് ആണ്. അതായത് എന്താണെങ്കിലും നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ബോണ്ട് ഇവിടെ എന്താണെങ്കിലും ഇല്ല. അത് ഞാൻ പറയാം. മറ്റു പാടുകൾ എനിക്കറിയത്തില്ല. ഇപ്പം എൻ്റെയും അല്ലാതെ എനിക്കറിയാവുന്ന കുറച്ച് പേരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നാട്ടിലിപ്പം ഞാൻ മുമ്പ് വർക്ക് ചെയ്തെടുത്താണെങ്കിൽ ഞങ്ങളെല്ലാ സ്റ്റാഫും തമ്മിൽ ഇപ്പോൾ സീനിയേഴ്സ് ആണെങ്കിലും ആദ്യത്തെ ഒരു കുറച്ച് നാൾ നമ്മളൊരു ജൂനിയർ സീനിയർ ഒരു ഇതുണ്ടാകും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആകുമായിരുന്നു, ഒരു നല്ലൊരു ബോണ്ട് വരുമായിരുന്നു. ഇവിടെ അത്രയും ഒരു ഇവിടുത്തുകാരുമായിട്ടൊന്നും നമ്മൾ അത്രയും ഒരു ബോണ്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. അത്രയും ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു എന്തും തുറന്ന് പറയാവുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിൽ എപ്പോഴും ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ് നമുക്ക് അവിടെ ഉള്ളവരുള്ളത്. പക്ഷെ നാട്ടിൽ ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മളൊരു ഫ്രണ്ട്സ് പോലെ ആകുമായിരുന്നു. ഒരു പ്രൊഫഷണലി അല്ലാതെ തന്നെ നമ്മളൊരു ഫ്രണ്ട്സായി മാറുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പക്ക ഒരു പ്രൊഫഷണലിസമാണ് എല്ലായിടത്തും കീപ്പ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വർക്കിംഗ് ആണെങ്കിലും ഓക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് നൈറ്റ് ആണെങ്കിലും ഓക്കെയാണ്. ഇപ്പം നാട്ടിൽ വർക്ക് ചെയ്യുന്നത് പോലെയല്ല. ഇപ്പം നമ്മൾ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന് എക്സ്ട്രാ പേ ഉണ്ട്. ഇപ്പം 7 മണി തൊട്ട് 7:45 വരെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി. നിങ്ങളിപ്പം ഇറങ്ങിയപ്പം 8:10 അല്ലെങ്കിൽ 8:15 അരമണിക്കൂർ നിങ്ങൾ എക്സ്ട്രാ ചെയ്തെങ്കിൽ അതിന് നിങ്ങൾക്ക് ഓവർ ടൈം പേ കിട്ടും. അപ്പോൾ അങ്ങനെയുണ്ട്. അതായത് നിങ്ങൾക്ക് എക്സ്ട്രാ പേ കിട്ടും. അതല്ലാതെ ഇപ്പം നിങ്ങൾ വീക്കെൻഡാണ് ചെയ്യുന്നതെങ്കിൽ സാറ്റർഡേ സൺഡേ പൊതുവേ ഇവിടുത്തുകാർ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ദിവസമാണ്. കാരണം ഇവിടുത്തുകാർ എൻജോയ് ചെയ്യുന്ന ദിവസമാണ് വീക്കെൻഡ്സ്. കാരണം പിള്ളേർക്ക് ലീവാണ്. അപ്പോൾ ഇവർ ഫാമിലി ആയിട്ട് പബ്ബിൽ പോകുന്നു, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുന്നു, അല്ലെങ്കിൽ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ അവർ യൂസ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് ഇവിടുത്തുകാർക്ക് ആ ഒരു ടൈം അല്ലെങ്കിൽ വീക്കെൻഡ് വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ബാങ്ക് ഹോളിഡേയ്സ് വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പോൾ ആ ടൈമിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇവർ എക്സ്ട്രാ പേ ഉണ്ട്, അല്ലെങ്കിൽ ഡബിൾ സാലറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടും അങ്ങനെ ഒരു ബെനിഫിറ്റ് സാലറിയുടെ കാര്യത്തിലുണ്ട്. ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ഇത്ര പെർസെൻറ്റേജ് എക്സ്ട്രാ ഉണ്ട്, 30% എക്സ്ട്രാ ഉണ്ട്. ബാങ്ക് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ഉണ്ട്. ഓരോ ട്രസ്റ്റിൻ്റെയും നിയമങ്ങൾ വ്യത്യാസമായിരിക്കും. അപ്പം അതൊക്കെ നോക്കണം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ട്രസ്റ്റിൻ്റെ അല്ലാതെ എനിക്കറിയാവുന്ന ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളതൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സാലറിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സേവിങ് എങ്ങനെയാണ്? നമുക്കിപ്പം ഒരു നേഴ്സായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ട് വന്നാലാണോ അതോ നമ്മൾ സിംഗിൾ ആയിട്ട് വന്നാലാണോ നമ്മുടെ സേവിങ്? അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ്, അപ്പോൾ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിൻ്റെ ഒരു വേർഡ്സിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് സംസാരിക്കാൻ പറ്റും? അതെ. ഇപ്പം സേവിങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് സിംഗിളായിട്ട് വരുന്നവരുടെ കാര്യം പറയാം. ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ നമ്മൾ ബാൻഡ് 4-ലാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ OSCE എക്സാം പാസ്സായി കഴിഞ്ഞ് NMC പിന്ന് കിട്ടിയാലേ നമ്മൾ ബാൻഡ് 5-ലോട്ട് മാറുകയുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് ഒരു 1400, 1600 ബാൻഡ് 4 ലെവലിലുള്ള സാലറി നമുക്ക് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ബാൻഡ് 5-ലോട്ട് മാറിക്കഴിഞ്ഞ് നമ്മളൊരു നോർമൽ ഡ്യൂട്ടീസ് വീക്കെൻഡ് ഒന്നും ഇല്ലാതെ നോർമൽ ഡ്യൂട്ടീസ് എടുക്കുന്നവർക്ക് ഒരു 1700 തൊട്ട് 2000 പൗണ്ട് വരെ കിട്ടും. ഇപ്പോൾ വീക്കെൻഡ് കൂടി എടുക്കുന്നവർക്ക് അതെന്താണെങ്കിലും ഒരു 1900 തൊട്ട് ഒരു 2200, 2500 ആ ഒരു റേഞ്ചിൽ നമുക്കൊരു വീക്കെൻഡും നൈറ്റും ഒക്കെ എടുക്കുന്നവർക്ക് അത്രയും അതായത് നാട്ടിലൊരു ഏകദേശം ഒരു 2 ലക്ഷം 2.5 ലക്ഷം ഒക്കെ നമുക്ക് കിട്ടും. അത് ടാക്സ് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഇവിടെ നമ്മൾ ഹയർ സാലറി പോകുന്നതനുസരിച്ച് നമുക്ക് ടാക്സും അതിന് മാത്രം കട്ടായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു സിംഗിൾ ഫാമിലി ആണെങ്കിൽ, അല്ലെങ്കിൽ സിംഗിൾ ഫാമിലി അല്ല, ഇപ്പോൾ ഒരു സിംഗിളായിട്ട് ഒരാൾ വരുന്നതാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അധികം സേവ് ചെയ്യാൻ പറ്റും. കാരണം അവർ നിൽക്കുന്നത് ഒരു ഷെയർഡ് അക്കോമഡേഷനിലായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ മാക്സിമം ഒരു 500 പൗണ്ടൊക്കെ അവർക്ക് ചിലവ് വരത്തുള്ളൂ. കാരണം ഷെയർഡ് അക്കോമഡേഷനിലൊക്കെ വരുമ്പോൾ ബിൽസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വേറെ ചിലവ് വരുന്നില്ല. പിന്നെ നമ്മുടെ ഗ്രോസറി അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ചിലവേ വരുന്നുള്ളൂ. അപ്പോൾ മാക്സിമം നമുക്കൊരു 1 ലക്ഷം രൂപയോളം സേവ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവർക്ക്. അതല്ലാതെ ഇപ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ റെൻറ്റ് കൂടുതൽ വരും, ബില്ല്. ഇപ്പോൾ ഒരു ചിലവെന്ന് പറയുന്നത് ഏകദേശം ഒരാളുടെ സാലറി ഒരു 1.5 ലക്ഷം അല്ലെങ്കിൽ ഒരു 2ഓളം, ഒരു വണ്ടിയുള്ളതൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത്രത്തോളം നമുക്ക് ചിലവ് പോകും. പക്ഷേ അവിടെ വേറൊരു കാര്യമുള്ള നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ വർക്ക് ചെയ്യുന്നുണ്ടാകും. പക്ഷേ അവർക്ക് അവരുടെ സാലറി നമുക്ക് സേവിങ് ആയിട്ടോ അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഒരു സേവിങ്ങിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇപ്പം നമ്മുടെ കേസ് പറയുവാണെങ്കിൽ നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഒരാളുടെ സാലറി നമ്മൾ ഇവിടെ തീർക്കും എന്ന് പറഞ്ഞാൽ തീരും. കാരണം നമ്മൾ റൂം റെൻറ്റും വണ്ടി വാടകയും ബാക്കിയുള്ള ചിലവ് കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ ഒരാളുടെ സാലറി നമുക്ക് ഇവിടെ ചിലവ് വരും. ബാക്കി ഒരാളുടെ സാലറി നമുക്ക് സേവ് ചെയ്യാം. ആ സേവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് യാത്ര പോകേണ്ടതും ബാക്കിയുള്ള നമ്മുടെ ചിലവുകൾ. അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, വണ്ടി മേടിക്കൽ, അതുപോലെയുള്ള നമ്മളെ ജ്വല്ലറി മേടിക്കൽ, ഇതൊക്കെ നമ്മൾ ഈ സേവിങ്ങിൽ നിന്നാണ് പോവുക. അല്ലാതെ ഇപ്പം എക്സ്പെൻസ് എന്ന് പറയുമ്പം അതിനകത്ത് വരുന്നത് നമ്മുടെ റൂം റെന്റ്, കറണ്ട് ബില്ല്, വണ്ടിയുടെ പെട്രോള്, അങ്ങനെയുള്ള സാധനങ്ങളാണ്, ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ. അല്ലാതെ ബാക്കിയൊക്കെ എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആവശ്യങ്ങളാണ്.
ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാകുമ്പോൾ അതിനനുസരിച്ച് ചിലവുണ്ടാവും. അപ്പം ചിലപ്പം ഈ പറഞ്ഞ നമുക്ക് രണ്ടുപേരും കൂടെ വർക്ക് ചെയ്താലും ചിലപ്പോൾ നമുക്ക് സേവിങ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ അതുപോലെ ചിലവാക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അതുപോലെ സേവിങ് ഉണ്ടായിക്കൊണ്ടെന്നില്ല. പക്ഷേ സേവ് ചെയ്യണം എന്നുള്ള ഒരു ഫാമിലിക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ ചെയ്യുന്നവർ നമുക്കറിയാം, ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ആമി, അപ്പം ഞങ്ങളിപ്പം ഡിസൈനർ ഔട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോൾ ആ ഒരു വഴിക്ക് നമ്മൾ വിചാരിച്ചു, നമ്മൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ വരുന്നത് കാരണം ഇവിടെ നിന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ആമി ഇപ്പോൾ ഇതിലേ പോയി നടന്നിട്ട് പൂ പറിക്കാനുള്ള പരിപാടി കേട്ടോ. ആമി മിക്കവാറും അതിനിപ്പോൾ അടുത്ത ഫൈൻ മേടിച്ച് വെക്കും. അതെ, ഫൈനുകളുടെ ഒരു മേളം തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് വെയിൽസിൽ പോയപ്പം വലിയ ഫൈനൊന്നും കിട്ടിയില്ല. പക്ഷെ നമ്മൾ കോൺവാൾ പോയതിൽ നമുക്കൊരു ഫൈൻ വന്നിട്ടുണ്ട്, ഒരു പാർക്കിങ്ങിൻ്റെ ഫൈൻ. അത് നമ്മൾ ഓൾറെഡി നമ്മൾ അടച്ചതാണ്. നമ്മൾ ആ പേയ്മെൻറ്റ് അടച്ചതാണ്. 2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ പേയ്മെൻറ്റ് അടച്ചു. പക്ഷെ ഞങ്ങൾ അവിടുന്ന് 2 മണിക്കൂറും 10 മിനിറ്റും കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടുന്ന് എടുത്തത്. ആ 10 മിനിറ്റിന് നമുക്ക് 60 പൗണ്ട് ഫൈൻ വന്നു. ഓൾറെഡി നമ്മൾ അപ്പീൽ കൊടുത്തു. പക്ഷെ അവർ പറയുന്നത് ആ 10 മിനിറ്റ് നിങ്ങൾ എക്സ്ട്രാ ഇട്ടുകൊണ്ട് പേ ചെയ്തതാണ്. അപ്പോൾ 60 പൗണ്ട് നമുക്കിപ്പോൾ കോൺവാൾ ട്രിപ്പിൽ നമുക്ക് പോയിരിക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ പീക്ക് ഡിസ്ട്രിക്ട് പോയിട്ടുണ്ട്. അവിടുത്തെ ഇനി വരാനിരിക്കുന്നുണ്ട്. എത്രയാവും എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് NHS ബെനിഫിറ്റിനെ കുറിച്ചാണ്. നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്, നമുക്ക് വേറെ കടകളിൽ പോകുമ്പോൾ കിട്ടുന്ന ഓഫറുകൾ, അതൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചായിരുന്നു. അതേപോലെ നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ആ ഒരു ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മളൊരു ഗ്രേപ്പ് ട്രീയിൽ പോയിട്ട് നമ്മൾ കുറച്ച് സാധനം മേടിച്ചില്ലായിരുന്നു. അപ്പം അവിടെ നമുക്ക് അവിടെ ഓഫർ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചായിരുന്നു ഈ NHS വേറെ എവിടെയൊക്കെ നമുക്ക് ഓഫർ കിട്ടും. അപ്പോൾ അതിനെ കുറിച്ച് ഒന്ന് നീ പറയാമോ? ഞാൻ നേരത്തേക്ക് ആമീനെ പോയി പിടിച്ചോണ്ടിരാ, ഇല്ലാന്നുണ്ടെങ്കിൽ പൂ മൊത്തം അവള് പറിക്കും. വരുന്നുണ്ട് നീ പറഞ്ഞു. അപ്പോൾ NHS ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയേണ്ടത് നമ്മുടെ ലീവ് ആണ്. നമുക്ക് ഒരാൾക്ക് ഇത്ര പെർസെൻറ്റേജ് നമുക്കൊരു ആനുവൽ ലീവ് കിട്ടും, ഇത്ര അവേഴ്സ് എന്ന് പറഞ്ഞു. ഇപ്പോൾ 270 അവേഴ്സ് ഒക്കെ ആയിരിക്കും. അതിപ്പോൾ നമ്മൾ ബാൻഡ് 5 നമ്മളിവിടെ എത്ര നാൾ വർക്ക് ചെയ്തു, നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ലീവ് അവേഴ്സ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞങ്ങളോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ലേ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഇപ്പോൾ 2 ദിവസം 3 ദിവസമാണ് ആഴ്ചയിൽ നമുക്ക് ഡ്യൂട്ടി ഉള്ളത്, ബാക്കി 4 ദിവസം ലീവായിരിക്കും. അപ്പോൾ ആ ഒരു 3 ദിവസം, അതായത് 37.5 അവേഴ്സ് ഞാനൊരു ലീവ് റിക്വസ്റ്റ് ചെയ്താൽ ആ ഒരു 1 വീക്ക് എനിക്ക് ലീവാണ്. കാരണം ആ ഒരു 1 വീക്ക് ഞങ്ങൾക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മാക്സിമം എല്ലാ ട്രിപ്പുകളും പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ ലീവ് അവേഴ്സ് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിടാൻ പറ്റും. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കരഞ്ഞ് കാല് പിടിച്ച് ഒരു ലീവ് തരുമോ എന്നൊക്കെ ചോദിച്ചിരിക്കും. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ആ ഒരു ടൈം സ്ലോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് നമ്മുടെ റൈറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് അവർ തരും. അതുപോലെ തന്നെ ഇപ്പോൾ ചൈൽഡ് കെയർ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ 20 അവേഴ്സൊക്കെ ചൈൽഡ് കെയർ നമുക്ക് ലീവ് ഉണ്ട്, അല്ലെങ്കിൽ കെയറർ ലീവ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ലീവ് ഉണ്ടെങ്കിൽ നമുക്ക് അതവരെ വിളിച്ച് പറഞ്ഞ് നമുക്ക് അൺപെയ്ഡ് ലീവ് എടുക്കാൻ പറ്റും. അതായത് സിക്ക് ലീവ് ഉണ്ട്. ഇപ്പം പ്രഗ്നൻസി ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ലീവ് എടുക്കാമെന്നുണ്ട്. അതല്ലാതെ നമുക്ക് സെൽഫ് ഓതറൈസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ലീവ് നമുക്ക് 1 വീക്കോളം എടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് സിക്ക് ആണെങ്കിൽ നമുക്ക് GPയുടെ ലെറ്റർ മേടിക്കും. GP എന്ന് വെച്ചാൽ ഇവിടെ നാട്ടിലെ ഹോസ്പിറ്റൽ പോലെ നമ്മൾ ഓരോരുത്തരും ഓരോ GP പ്രാക്ടീസിന് അണ്ടറിൽ നമ്മൾ രജിസ്റ്റർ ആയിരിക്കും. അപ്പം നമ്മുടെ GPയുടെ അടുത്തുനിന്ന് നമ്മുടെ സിക്കിൻ്റെ കാര്യം പറഞ്ഞ് അവരുടെ അടുത്ത് നമ്മൾ സിക്ക് ലീവ് ലെറ്റർ അവരുടെ അടുത്ത് നിന്ന് മേടിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓതറൈസ്ഡ് ആയി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സിക്ക് ലീവുകളുണ്ട്. അതല്ലാതെ ഇപ്പം നമുക്ക് അല്ലാതെ ബെനിഫിറ്റ് പറയുവാണെങ്കിൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓഫേഴ്സ് NHS സ്റ്റാഫിന് ഇപ്പോൾ പല ഏരിയയിലും ഓഫേഴ്സ് ഉണ്ട്. 10% ഡിസ്കൗണ്ട്, 20%, 25% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് പല സ്ഥലത്തും ഡിസ്കൗണ്ട് ഉണ്ടാകും. ഇപ്പം അതിപ്പോൾ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, അതല്ലാതെ നമ്മളിപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യും, ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റേ ആയിക്കോട്ടെ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഓരോരോ ബെനിഫിറ്റ്സ് NHS സ്റ്റാഫിന് നമ്മൾ ID കാണിക്കുവാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അതല്ലാതെ നമുക്ക് ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ബ്ലൂ ലൈറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ബ്ലൂ ലൈറ്റ് കാർഡ് നമ്മൾ മേടിക്കുവാണെങ്കിൽ അതിനും പലയിടത്തും ഇപ്പം ന്യൂ ലുക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ റെയ്ബാൻ, ഇപ്പം നമ്മൾ ആമിക്ക് വേണ്ടി ഒരു ഗ്ലാസ് മേടിക്കാൻ പോവുകയാണ്. ഇപ്പം 75 പൗണ്ട് ആയിരുന്നു അതിന് ശരിക്കുള്ള റേറ്റ്. അപ്പം എനിക്ക് ആ ഒരു ഡിസ്കൗണ്ട് കാർഡ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ട് ഓഫർ ഉള്ളതുകൊണ്ട് 53 പൗണ്ട് അല്ലെങ്കിൽ 53 ആ ഒരു റേറ്റിനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് കിട്ടിയത്. അപ്പോൾ 20 പൗണ്ടോളം അല്ലെങ്കിൽ ഒരു 15 to 20 പൗണ്ടോളം നമുക്ക് അവിടെ ഒരു ലാഭം കിട്ടി. അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്യുവാണെങ്കിൽ, ഇപ്പം booking.com നമ്മൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ 10% അല്ലെങ്കിൽ 5% ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയും പല ഓഫേഴ്സും പല ബെനിഫിറ്റ്സുകളും ഉണ്ട്. ഇതല്ലാതെ മറ്റ് പല ബെനിഫിറ്റ്സുകളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്യാൻ, നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ NHS ട്രസ്റ്റിൻ്റെ ഒരു സ്പോൺസർഷിപ്പോടെ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റിന്, നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ പല ബെനിഫിറ്റ്സ് നമുക്ക് NHS വർക്ക് ചെയ്യുന്നതോടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിപ്പം ഇപ്പം ഞാൻ പറഞ്ഞ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഒന്നും നഴ്സിന് മാത്രമല്ല, ഒരു NHS സ്റ്റാഫ് എല്ലാ സ്റ്റാഫിനും കിട്ടുന്നുണ്ട് ഇത്തരം ബെനിഫിറ്റുകൾ.
അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം അതിനകത്ത് കുറേ വേറെയും വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ഇത്ര ആൾക്കാർ കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയച്ച് തീർക്കാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. മെയിനായിട്ട് കൂടുതലായിട്ടുള്ള ആൾക്കാർ ചോദിച്ചതാണ് നമ്മൾ ഈ പറഞ്ഞൊരു 4-5 എണ്ണം. അപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടുക. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ. അതേപോലെ തന്നെ ഇപ്പം എനിക്ക് വേറെ കാര്യം ചോദിക്കാനുള്ളത്, നീ ഇപ്പം ഈ ജോലി റെക്കമെൻഡ് ചെയ്യുമോ? ഇപ്പം നേഴ്സായിട്ട് UK വരുന്നതിനെ കുറിച്ച് നീ റെക്കമെൻഡ് ചെയ്യുമോ? അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇപ്പം നേഴ്സസിന് മാത്രമല്ല, NHS കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഓൾറെഡി നേഴ്സായിട്ട് വന്നവർ ഡിപ്പെൻഡൻസ് ഉണ്ടാകും. അതുപോലെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് അവർ ഡിപ്പെൻഡൻസ് ഉണ്ടാകും. അങ്ങനെയുള്ളവർക്കൊക്കെ NHS ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പം നേഴ്സിന്റെ വേക്കൻസി മാത്രമല്ല, വേറെ പല വേക്കൻസീസും ഉണ്ട്. അതായത് ഇപ്പം നേഴ്സായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ NHS വർക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ പലരും വിചാരിക്കും കെയറർ ആയിട്ടാണ്. കെയറർ ആയിട്ട് മാത്രമല്ല, ഇപ്പം ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അതിന്റെ പോസ്റ്റ് കിട്ടും. അതായത് നേഴ്സിനേക്കാൾ കൂടുതൽ സാലറി മേടിച്ചുകൊണ്ട് ഇപ്പം നേഴ്സിന്റെ ഡിപ്പെൻഡ് വന്നവർ ഇപ്പം NHS വർക്ക് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡായിട്ട് വരുന്നവർ ഒരു കാരണവശാലും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവിതം ഇതായി പോകുന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരും നമ്മൾ എങ്ങനെയാണോ നമ്മളെ ജീവിതത്തിനെ കാണുന്നത്, എങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. പിന്നെ വേറൊരു കാര്യം, എന്താണെങ്കിലും നമ്മൾ നമ്മുടെ നാടും വീടും വിട്ട് നമ്മൾ പുതിയൊരു രാജ്യത്തേക്ക് വന്നു. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ വന്ന ആ ഒരു വർഷത്തോളം ഞങ്ങൾക്ക് തിരിച്ചു പോകണം, നാളെ പോവാം, നമുക്ക് പോവാം, ഞങ്ങൾ സെറ്റായിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ നമ്മളത് ജീവിച്ച് നമ്മളിവിടെ ജീവിക്കേണ്ടവരാണ്. നമ്മളെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചപ്പോൾ നമ്മൾ അതിന് ഓക്കെ ആയി. ഇപ്പം നമ്മൾ യാത്രകളൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി വരാൻ തുടങ്ങി. UK നമ്മൾ കണ്ടതല്ല UK എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ നമ്മളായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഫാമിലി ഇപ്പം ഞാൻ ഡിപ്പെൻഡ് വിസയിൽ വന്നതാന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ മടിച്ച് വീട്ടിൽ എൻ്റെ ഭാര്യനെ തെറി വിളിച്ചിരുന്നു കഴിഞ്ഞാൽ ജീവിതം അവിടെ കൊണ്ട് തീരുവുള്ളൂ. അത് മാത്രമല്ല, പലരും ഇത് കമന്റ് ചെയ്ത് നമ്മളെ തളർത്താൻ നോക്കുന്നവരുണ്ടാകും. നീ പാവാട വിസയല്ലേ, അതിനൊരു മറുപടി നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള മറുപടി കാര്യങ്ങളൊന്നുമല്ല. നമ്മള് അങ്ങനെ കമന്റ് ഇടുന്നവർക്കും അങ്ങനെ ചിന്തിക്കുന്നവർക്കൊക്കെ അത് നമ്മളെ വിഷയമല്ല. അത് നമ്മളെ ബാധിക്കുന്നില്ല, അവരുടെ സ്വന്തം ഫാമിലിനെ മാത്രമേ. അല്ലല്ല, ഇവിടെ വന്നവർ ഒരുപാട് പേര് ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് മെസ്സേജ്, എനിക്ക് ഒത്തിരി മെയിൽ വരുന്നുണ്ട്. നമ്മളെ ഫാമിലി ഇപ്പം ഭർത്താവ് ഭയങ്കര ഉപദ്രവിക്കുന്നു, ഭയങ്കരത്തിൽ ഡിപ്രഷനാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോടും കൂടിയാണ് നമ്മൾ ഈ പറയുന്നത്, അല്ലേ? അല്ലാതെ നമ്മള് പോസിറ്റീവ് മാത്രം കണ്ടുകൊണ്ട് ഒരിക്കലും UK വരരുത്. ഇങ്ങനെയൊക്കെയാണ് ജീവിതം. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മുംബൈയിലാണെങ്കിൽ ഇത് തന്നെയല്ല അവസ്ഥ. നീ അവിടെ വന്നു കഴിഞ്ഞാലും ഞാൻ അവിടെ ആണെങ്കിലും നീ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ കൊച്ചിൻ്റെ കാര്യം നോക്കണം. നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോയാൽ മാത്രമേ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് 35,000 സാലറി ഉണ്ടായിരുന്നു. ആ ഒരു സാലറി കൊണ്ട് ഒരു ഫാമിലി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അത് മുംബൈയിൽ നിന്നിട്ട് ചിന്തിക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത്ര റെന്റ് കാര്യങ്ങൾ ബാക്കി എല്ലാം വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടൈറ്റ് ആയിരിക്കും. ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെ ജീവിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്ക് കിട്ടിക്കോണമെന്നില്ല. ഇവിടെ വന്നിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, അതിന് ഞങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ് കാട് കയറുന്നുണ്ട്. നമുക്കത് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പൊ നീ നിന്റെ ഒരു ഞാൻ എന്താണെങ്കിലും മറ്റുള്ളവർക്കും റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു സ്ഥലമാണ്. അതായത് ഇവിടെ വന്നാൽ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നമുക്ക് വർക്ക് ചെയ്ത് ഇപ്പം സൗദി അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അവർക്ക് സാലറി കൂടുതലാണ്, അതുപോലെ ബെനിഫിറ്റ്സും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ കുവൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്നവർ പറയുന്നുണ്ട് നമ്മളോടുള്ളൊരു അപ്രോച്ച് മറ്റ് സ്റ്റാഫിൻ്റെ ആണെങ്കിലും അതല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ആണെങ്കിലും അപ്രോച്ച് വ്യത്യാസമാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് നമ്മളോട് നല്ല അപ്രോച്ചാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ നമ്മളെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാലറി ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണെങ്കിലും ഓക്കെയാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ്. അതല്ലാതെ ഇപ്പോൾ പറയുവാണെങ്കിൽ വേറൊരു കാര്യം നമ്മളെ അലട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സ്പെൻസ് കൂടിക്കൊണ്ട് വരുന്നു. അങ്ങനെ ഒരു കാര്യം ഓഫ് കോഴ്സ് അതവിടെ ഉണ്ട്. അതുപോലെ തന്നെ വീട് കിട്ടാനില്ല, അങ്ങനെയുള്ള കാര്യങ്ങളും വേറെ ഉണ്ട്. അതൊക്കെ വേറെ ഒരു പാർട്ടിലോട്ട് വരുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ എൻ്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ്, എൻ്റെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ടോട്ടലി ഹാപ്പിയാണ് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ NHS വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ടോട്ടലി ഹാപ്പിയാണ്. ബെനിഫിറ്റ്സ് പറഞ്ഞപ്പോൾ ഞാൻ മെയിൻ ഒരു പോയിന്റ് പറയാൻ മറന്നു പോയത് മറ്റേണിറ്റി ലീവിൻ്റെ കാര്യമാണ് കേട്ടോ. ഇപ്പോൾ പല സ്ഥലത്തും 6 മാസമൊക്കെ ഒരു മറ്റേണിറ്റി ലീവ് ഉള്ളൂ. ഇവിടെ നമുക്ക് 1 വർഷത്തോളം മറ്റേണിറ്റി ലീവ് എടുക്കാൻ പറ്റും. അത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഇപ്പം ഞാനൊക്കെ ഇപ്പം എൻ്റെ ഇതെടുത്തിരുന്നത് വെച്ചാൽ എൻ്റെ ഡ്യൂ ഡേറ്റ് എനിക്ക് ജൂലൈ 5 ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അതിന് തൊട്ടിപ്പുറം വരെ ജൂൺ ലാസ്റ്റ് വീക്ക് വരെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. എന്നിട്ട് എൻ്റെ ഡ്യൂ ഡേറ്റിന് തൊട്ട് ഒരാഴ്ച ബാക്കിയുള്ളപ്പോഴായിരുന്നു ഞാൻ മറ്റേണിറ്റി ലീവിന് അപ്ലൈ ചെയ്തത്. അപ്പോൾ അത് തൊട്ട് എനിക്ക് 1 വർഷം വരെ ലീവ് എടുക്കാം. 52 വീക്സ് വരെ നമുക്ക് ലീവ് എടുക്കാനുള്ള ഓപ്ഷൻ
ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അൺപെയ്ഡ് ലീവ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതിനോടനുബന്ധിച്ച് ആനുവൽ ലീവ് നമുക്ക് കൂട്ടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും നമുക്ക് ഫിക്സഡ് എത്ര എമൗണ്ട് കിട്ടുമെന്നില്ല. നമുക്ക് പെർസെൻറ്റേജ് കുറഞ്ഞു വരും നമ്മുടെ കിട്ടുന്ന സാലറി. എന്നാലും നമുക്കൊരു എമൗണ്ട് നമുക്ക് സാലറിയോട് കൂടിയാണ് നമ്മൾ ഈ ലീവ് എടുക്കുന്നത്. ഇപ്പോൾ 9 മാസം വരെ നമുക്ക് അങ്ങനെ സാലറിയോട് ലീവ് എടുക്കാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു 3 മാസം നമുക്ക് സാലറി ഉണ്ടാവില്ല. പക്ഷേ 52 വീക്സ് വരെ നമുക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള ലീവ് എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതും ഇപ്പോൾ പല രാജ്യത്തും ഞാൻ കേട്ടിട്ടുണ്ട്. കുവൈറ്റിലൊക്കെ ആണെങ്കിൽ 2 മാസമോ 3 മാസമോ അങ്ങാണ്ട് കഴിയുമ്പോൾ നമ്മൾ അത്രയേ ഉള്ളൂ മെറ്റേണിറ്റി ലീവ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും 6 മാസമേ ഉള്ളൂ മെറ്റേണിറ്റി ലീവ്. ഇപ്പം ഞാനിപ്പോൾ ഞാൻ കയറിയത് 9 മാസമായിരുന്നു ഞാൻ ലീവ് എടുത്തത്. അപ്പോൾ അത്രയും നാൾ അല്ലെങ്കിൽ 10 മാസം ഇവളെ ഇട്ടിട്ട് പോകുമ്പോൾ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ കൊച്ചിന് അപ്പം 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ ഒക്കെ ഉള്ള പിള്ളേരെ മാറ്റി നിർത്തി പോകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. എന്നാൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പം ഇവിടെ അതൊക്കെ നല്ലൊരു ബെനിഫിറ്റാണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും എല്ലാവർക്കും NHS എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എന്താണെങ്കിലും മറ്റുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു ഏരിയ ആണ് വർക്ക് ചെയ്യാനായിട്ടുള്ള നല്ലൊരു വർക്കിംഗ് എൻവയോൺമെൻ്റ് ആണ് NHS. നഴ്സസിന് മാത്രമല്ല വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ഏരിയയാണ്. പിന്നെ ചുമ്മാ നമുക്ക് സാലറി തന്ന് എല്ലാ ഫ്രീഡവും തന്ന് നമ്മളെ വളർത്താനായിട്ട് നമുക്ക് ചുമ്മാ ഇവർ തരുന്ന ഒരു ഏരിയ അല്ലല്ലോ. നമ്മൾ പണിയെടുത്ത് അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം തരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത് എല്ലാവരും ഓർക്കുക. അപ്പോൾ നല്ലൊരു ഏരിയയാണ്. ഞാൻ എന്താണെങ്കിലും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും NHS. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതെ.